BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ക്ഷീരമേഖലയിൽ കൂടുതൽ വളർച്ചയ്ക്കും കാലഘട്ടത്തിനൊത്ത നവീകരണം അനിവാര്യമാണെന്ന് കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീര വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് പറഞ്ഞു. ഏഷ്യ പസഫിക് മേഖല ഡയറി സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഓൺലൈനായി മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഈ രംഗത്ത് നൂതന സാങ്കേതിക വിദ്യകളും പുതിയ വിപണി സാധ്യതകളും കണ്ടെത്തണം. രാജ്യത്തെ 100 ദശലക്ഷം കുടുംബങ്ങളുടെ ജീവിതമാർഗമായ ക്ഷീരമേഖല 1.4 ദശലക്ഷം ജനങ്ങൾക്ക് പോഷകാഹാര സുരക്ഷ ഉറപ്പാക്കുന്നു. ക്ഷീരമേഖലയിൽ കർഷക സൗഹൃദ നൂതന രീതികൾ അനിവാര്യമാണെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. കനത്ത മഴയിൽ കൊച്ചി ചെല്ലാനം മേഖലയിൽ കടലാക്രമണം രൂക്ഷം. കണമാലി പ്രദേശത്ത് വീടുകളിൽ വെള്ളം കയറി. റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. മഴക്കാലമായാൽ ഇവിടെ ദുരിതം പതിവാണെന്നും പരിഹാരം കാണാൻ സർക്കാരിന്റെ ഇടപെടലുകൾ ഉണ്ടാവുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. പുത്തൻതോട് മുതൽ വടക്കോട്ട് കണമാലി വരെയാണ് ഉച്ചയ്ക്ക് 12 മണി മുതൽ കടലിൽ നിന്നും വീടുകളിലേക്ക് വെള്ളം ഒഴുകിയെത്തിയത്. കാലങ്ങളായി കടലാക്രമണം രൂക്ഷമാണെന്നും ഇതിനെതിരെ ശാശ്വത പരിഹാരം കാണാൻ സർക്കാരിന് സാധിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. കനത്ത മഴയെ തുടർന്ന് എറണാകുളം ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തി. ജില്ലയുടെ കിഴക്കൻ മേഖലയായ കോതമംഗലത്ത് പൂയംകുട്ടി, മണികണ്ഠൻ, ചാൽ, ചപ്പാത്ത് പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഇവിടങ്ങളിലെ ആദിവാസി മേഖലയിലേക്കുള്ള വാഹനയാത്ര മുടങ്ങി. ബ്ലാവനയിൽ ജങ്കാർ സർവീസ് നിലച്ചതിനെ തുടർന്ന് കുട്ടമ്പുഴ പഞ്ചായത്തിലെ 6ഉം 7ഉം വാർഡിലെ ജനങ്ങൾ ദുരിതത്തിലായി. വഞ്ചിയിറക്കിയാണ് ആളുകളെ അക്കരയ്ക്ക് എത്തിക്കുന്നത്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ പിടിയിലായ താൻസനിയൻ സ്വദേശി വെറോണിക്ക അഡ്രഹലം നെടുങ്കുരുവിന്റെ ശരീരത്തിൽ നിന്ന് കൊക്കെയിൻ ഗുളികകൾ പൂർണ്ണമായും പുറത്തെടുത്തു. ആകെ 1.342 കിലോ വരുന്ന 95 കൊക്കെയിൻ ഗുളികകളാണ് ഇവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തെടുത്തത്. ഇത്രയും കൊക്കെയിന് 13 കോടി രൂപ വില വരും. അങ്കമാലി അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന വെറോണിക്കയെ നടപടികളെല്ലാം പൂർത്തിയാക്കി ചൊവ്വാഴ്ച അങ്കമാലി കോടതിയിൽ ഹാജരാക്കി. കോടതി ഇവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൊക്കെയിൻ ഗുളിക രൂപത്തിലാക്കി വിഴുങ്ങി കടത്തിക്കൊണ്ടുവന്ന താൻസനിയൻ സ്വദേശികളായ ഒമരി അതുമാനി ജോങ്കോ, വെറോണിക്ക അഡ്രഹലം നെടുങ്കുരു എന്നിവരെ ഈ മാസം 16-നാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് കൊച്ചി വിമാനത്താവളത്തിൽ പിടികൂടിയത്. ഒമരി അതുമാനി ജോങ്കോയുടെ ശരീരത്തിൽ നിന്ന് 19 കോടി വില വരുന്ന 1.945 കിലോ കൊക്കെയിൻ നേരത്തെ പുറത്തെടുത്തിരുന്നു. ഇയാൾ ഇപ്പോൾ ആലുവ സബ് ജയിലിൽ റിമാൻഡിലാണ്. വെറോണിക്കയുടെ ശരീരത്തിൽ നിന്നുകൂടി കൊക്കെയിൻ പുറത്തെടുത്തതോടെ ഇരുവരിൽ നിന്നുമായി മൊത്തം 32 കോടി രൂപയുടെ കൊക്കെയിനാണ് പിടികൂടിയത്. നെടുമ്പാശ്ശേരിയിൽ നടന്ന വലിയ കൊക്കെയിൻ വേട്ടകളിൽ ഒന്നാണിത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. മയക്കുമരുന്ന് കേസ് പ്രതികൾക്കെതിരെ കടുത്ത നടപടിയുമായി റൂറൽ ജില്ലാ പോലീസ്. 2ൽ കൂടുതൽ കേസുകളിൽ ഉൾപ്പെടുന്നവരെ പീറ്റ് NDPS പ്രകാരം കരുതൽ തടങ്കലിൽ അയക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. ഇതുവരെ 26 പേർക്കെതിരെ കരുതൽ തടങ്കലിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 9 പേർക്കെതിരെ കരുതൽ തടങ്കലിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇത് പ്രകാരം 1 വർഷം വരെ വിചാരണ കൂടാതെ അഴിക്കുള്ളിൽ കഴിയേണ്ടി വരും. കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകും. മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടുന്ന പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടികളും ഊർജിതമായി നടക്കുന്നു. ഇതുവരെ 22 പേർക്കെതിരെ നടപടി സ്വീകരിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്കെതിരെ നടപടിയുണ്ടാകും. സ്ഥിരമായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ ജാമ്യം റദ്ദാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും നടക്കുന്നുണ്ട്. അങ്കമാലിയിൽ കഞ്ചാവ് പിടികൂടിയതുമായി ബന്ധപ്പെട്ട 8 പ്രതികൾക്ക് കഠിന ശിക്ഷയാണ് ലഭിച്ചത്. കേസിൽ അനസ് എന്നയാൾക്ക് 36 വർഷം തടവും 3 ലക്ഷം രൂപ പിഴയും, രണ്ടാം പ്രതി ഫൈസലിന് 24 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും, വർഷയ്ക്ക് 12 വർഷം തടവിനും ഈ കേസിൽ വിധിച്ചിരുന്നു. റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ ക്ലീൻ പദ്ധതി പ്രകാരം 6 മാസത്തിനുള്ളിൽ റൂറൽ ജില്ലയിൽ 800 മയക്കുമരുന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 3.5 കിലോയോളം MDMAയും പിടികൂടി. അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ വ്യാഴാഴ്ച രാത്രി മുഴുവൻ രോഗികളെ ബുദ്ധിമുട്ടാക്കി സിനിമാ ചിത്രീകരണം നടത്തിയെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ പണമടച്ച് അനുമതി വാങ്ങിയ ശേഷമാണ് ഷൂട്ടിംഗ് നടത്തിയതെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രതികരിച്ചു. 2 ദിവസത്തെ ഷൂട്ടിന് പ്രതിദിനം 10,000 രൂപ അടച്ചിട്ടുണ്ടെന്നും രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ലെന്നും ആശുപത്രി പ്രവർത്തനം തടസ്സപ്പെടുത്തിയിട്ടില്ലെന്നും നിർമ്മാതാക്കളുടെ സംഘടന അറിയിച്ചു. സർക്കാർ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ സിനിമ ചിത്രീകരിക്കാൻ അനുമതി നൽകിയതിന് 7 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ
അംഗം VK ബീനാകുമാരി ആവശ്യപ്പെട്ടു. എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ, അങ്കമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന ജിത്തു മാധവിന്റെ പൈങ്കിളി എന്ന സിനിമയുടെ ഷൂട്ടിംഗാണ് ആശുപത്രിയിൽ നടന്നത്. രാത്രി 9 മണിയോടെയായിരുന്നു ഷൂട്ടിംഗ്. അത്യാഹിത വിഭാഗത്തിലെ ലൈറ്റുകൾ മറച്ചും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയുമായിരുന്നു ഷൂട്ടിംഗ് എന്നാണ് പരാതിയിൽ പറയുന്നത്. ഷൂട്ടിംഗ് നടക്കുമ്പോൾ അഭിനേതാക്കൾ ഉൾപ്പെടെ 50ഓളം പേർ അത്യാഹിത വിഭാഗം ഡോക്ടർമാർ ചികിത്സ തുടരുന്നതിനിടെയായിരുന്നു ഷൂട്ടിംഗ് നടന്നത്. അതിനിടെ അത്യാസന്ന നിലയിലുള്ള രോഗിയുമായി എത്തിയവർക്ക് വാർഡിലേക്ക് കടക്കാനായില്ലെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രി എന്ന നിലയിലാണ് സർക്കാർ ആശുപത്രിയിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. കനത്ത മഴയിൽ മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് ഉയർന്ന് നഗരത്തിൽ വെള്ളപ്പൊക്ക ഭീഷണി. ദുരന്ത സാഹചര്യം നേരിടാൻ മുന്നൊരുക്കം ആരംഭിച്ചു. കനത്ത മഴയ്ക്ക് പുറമെ മലങ്കര ഡാമിന്റെ 6 ഷട്ടറിൽ 4 എണ്ണവും 1 മീറ്റർ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുകാൻ ആരംഭിച്ചതോടെയാണ് നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലായത്. ഇതിനു പുറമെ വെള്ളൂർക്കുന്നം കോർ മലയിലടക്കം മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ മുന്നൊരുക്കം തുടങ്ങിയത്. വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലും മൂവാറ്റുപുഴയാറിന്റെ തീരത്തുള്ള പ്രദേശങ്ങളിലും റവന്യൂ, പോലീസ്, രക്ഷാസേന ഉദ്യോഗസ്ഥർ നിരീക്ഷണം നടത്തും. മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ഉയർന്നുണ്ടെങ്കിലും ആശങ്ക വേണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ മൂവാറ്റുപുഴയാറിന്റെയും തൊടുപുഴയാറിന്റെയും തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. കുരുമുളക് സ്പ്രേ മുഖത്തേക്കടിച്ച വ്യാപാരിയുടെ കയ്യിൽ നിന്ന് പണം തട്ടാൻ ശ്രമം. തിങ്കളാഴ്ച രാത്രി 8:30 സംഭവം. പട്ടിമറ്റം കൃഷ്ണ ലോട്ടറി സ്ഥാപന ഉടമയായ വിജയ് സഞ്ജയന്റെ നേരെയാണ് ആക്രമണം. രാത്രിയിൽ കട പൂട്ടിയ ശേഷം മുൻ ഫെഡറൽ ബാങ്കിനോട് ചേർന്ന സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിലേക്ക് പോകുമ്പോൾ മുഖം മൂടി ധരിച്ചയാൾ പുറകിലൂടെ വന്ന് കയ്യിലുണ്ടായിരുന്ന ബാഗ് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയും കുരുമുളക് സ്പ്രേ മുഖത്തേക്ക് അടിക്കുകയും ചെയ്തു. ബഹളം വെച്ചതോടെ പ്രതി ഓടി രക്ഷപ്പെട്ടു. പട്ടിമറ്റത്തെ കിറ്റെക്സ് അന്ന ഷോറൂമിനോട് ചേർന്നുള്ള ഭാഗത്ത് നിന്ന് CCTV ദൃശ്യം ലഭിച്ചെങ്കിലും മുഖം മൂടി ധരിച്ചയാൾ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അന്തർസംസ്ഥാന തൊഴിലാളികൾ വിവിധ പ്രദേശങ്ങളിൽ യാതൊരു മാനദണ്ഡവും കൂടാതെ താമസിക്കുന്നതായും ഇങ്ങനെയുള്ളവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും വ്യാപാരിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുന്നതായും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടിമറ്റം യൂണിറ്റ് സെക്രട്ടറി TP അസൈനാർ പറഞ്ഞു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.